കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഡിവിഷനുകളിൽ ഒന്നാണ് ആദികടലായി. ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ആദികടലായി. LDFിന് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത് CPIയിലെ MK ഷാജിയാണ്. MK ഷാജി നേരത്തെ ആദികടലായിയുടെ കൗൺസിലറായിരുന്നു. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം വോട്ടർമാരെ സമീപിക്കുന്നത്. MK ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ആദികടലായിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ്, വലിയ ഒരു മത്സരത്തിൻ്റെ പ്രതീതിയാണോ ഇവിടെയുള്ളത്? ആദികടലായി LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ആ സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? ആദികടലായി LDFിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നത്. നേരത്തെ ഞാനിവിടെ LDFിൻ്റെ കൗൺസിലറായി കണ്ണൂർ കോർപ്പറേഷൻ 2015 മുതൽ 20 വരെ LDFിൻ്റെ ഭരണസമിതിയിൽ ഞാനുണ്ടായിരുന്നു. അതിന് മുൻപ് 2010 മുതൽ 15 വരെ എടക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അന്നത്തെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ നമുക്ക് അനുകൂല ഘടകമാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2015 മുതൽ 2020 വരെ LDF കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചപ്പോൾ, LDFിൻ്റെ നേതൃത്വം കണ്ണൂർ കോർപ്പറേഷനിൽ വന്നപ്പോൾ ആദികടലായിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ നാട്ടുകാർക്കറിയാം. മാത്രമല്ല, നമുക്ക് പ്രത്യേകിച്ച് അനുകൂലമായിട്ടുള്ളൊരു ഘടകം, എന്നെ ഈ ഡിവിഷനിലെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഞാനിവിടെ ജനിച്ച് വളർന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കും ഈ നാട്ടിലെ ഓരോ മുക്കും മൂലയും ജനങ്ങളെയും നേരിട്ട് അറിയുന്നുണ്ട്. എല്ലാ ദിവസവും ദൈനേന ഞാൻ എല്ലാവരുമായി ബന്ധപ്പെടുന്ന, ഇവിടെ തന്നെ സ്ഥിരമായിട്ട് പൊതുപ്രവർത്തനം നടത്തി ഇവിടെ തന്നെ ബന്ധപ്പെടുന്ന ആൾ എന്നുള്ള നിലയിൽ എനിക്ക് അനുകൂലമായിട്ട് ഒരു വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇവിടെ UDFിൻ്റെ ഈ 2020 മുതൽ 2019 മുതൽ കഴിഞ്ഞ LDF ഭരണസമിതി വന്നതിന് ശേഷം ഒരു വർഷം UDF അവരാണ് ഭരിച്ചിരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ. അതിനെ തുടർന്ന് ആ ഒരു വർഷവും ഈ 5 വർഷവും UDF കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തിയ വികസനമില്ലായ്മ നമുക്ക് പ്രത്യേകിച്ച് അനുകൂല ഘടകമാണ്. അതുമാത്രമല്ല, കണ്ണൂർ കോർപ്പറേഷനിൽ UDF നടത്തിയ അഴിമതികൾ നമ്മുടെ നാട്ടിലേക്ക്, കണ്ണൂർ കോർപ്പറേഷൻ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെ കടലായിലും എല്ലാ ജനങ്ങളുടെയും ഇടയിൽ അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. അത് LDFിന് അനുകൂലമായിട്ട് കണ്ണൂർ കോർപ്പറേഷനിലാകമാനം ആ അനുകൂല തരംഗമുണ്ടാകും. അതോടൊപ്പം തന്നെ കടലായിലും അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾ കഴിഞ്ഞ 2 വട്ടം വിജയിച്ചു വന്ന കടലായി, അതിൽ വലിയ മാറ്റം ഇത്തവണ വന്നിട്ടുണ്ട്. ഡിവിഷൻ്റെ ഈ പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആശങ്ക നിങ്ങൾക്കുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വാർഡ് വിഭജനമാണോ ഇവിടെ നടന്നിട്ടുള്ളത്? തീർച്ചയായും വാർഡ് വിഭജനം കഴിഞ്ഞ കോർപ്പറേഷൻ സംബന്ധിച്ച് കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിയിൽ നിന്നും ഇപ്പോൾ ഒരു ഡിവിഷൻ കണ്ണൂർ കോർപ്പറേഷൻ കൂടുതലായി വന്നത് ആദികടലായി, തൊടട, കുറുവ എന്നീ ഡിവിഷനുകളിൽ നിന്നും കുറച്ച് വോട്ടുകൾ ചേർന്നിട്ടാണ് ആ പുതിയ കാഞ്ഞിര എന്ന ഡിവിഷൻ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ കുറച്ച് വോട്ടുകൾ എന്തായാലും കാഞ്ഞിര ഡിവിഷനിൽ പോയിട്ടുണ്ട്. എന്നാലും നമ്മുടെ LDFിനോടുള്ള ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും UDFിൻ്റെ ഭരണവിരുദ്ധ വികാരവും വളരെ അധികം ഈ ഡിവിഷനിൽ മാത്രമല്ല കണ്ണൂർ കോർപ്പറേഷനിൽ ആകമാനം നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് അനുകൂലമായിട്ട് തന്നെ പ്രതിഫലിക്കും. മറ്റൊരു കാര്യം, ഇവിടെ UDFിന് ഒരു റിബൽ ഭീഷണി കൂടിയുണ്ട്. മുസ്ലിം ലീഗിന് ഈ സീറ്റ് ആവശ്യപ്പെടുകയും അത് നൽകാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് മുസ്ലിം ലീഗ് നേതാവ് തന്നെ ഇവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അനുകൂലമായി വരാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടോ? ഈ UDFിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. എന്നിരുന്നാലും ഈ UDFിനകത്ത് ലീഗിനെ വളരെ കാലമായി ഈ ആദികടലായി സീറ്റ് നൽകാമെന്ന് വ്യാമോഹിപ്പിച്ച് ഓരോ പ്രാവശ്യവും അടുത്ത പ്രാവശ്യം ഞങ്ങൾ സീറ്റ് നൽകാം, അടുത്ത പ്രാവശ്യം സീറ്റ് നൽകാം എന്ന് അവർ പറഞ്ഞ് പറ്റിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും ലീഗിൻ്റെ സാധാരണ പ്രവർത്തകരെ അത് വളരെയധികം അവരിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. മുകളിൽ നിന്നൊക്കെ എതിരഭിപ്രായമുണ്ടെങ്കിലും ഇവിടുത്തെ സാധാരണ ലീഗ് അണികൾ എന്തായാലും ആ റിബലിനോടൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അതിലൊക്കെ നമ്മൾ LDF എന്ന നിലയിൽ ഞങ്ങളതിൽ കടക്കുന്നില്ല. നിങ്ങൾ മൈൻഡ് ചെയ്യുന്നേയില്ല? ഇല്ല, ഞങ്ങളുടേതായ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഒക്കെ സഞ്ചരിക്കുമ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? വളരെ നല്ല പോസിറ്റീവ് പ്രതികരണമാണ് എല്ലാവരും.
കാരണം എല്ലാവരും അറിയാം ഷാജിയെ. ഒന്നാമത് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ വർക്കാണ് ഇവിടെ മാക്സിമം നടന്നിട്ടുള്ളത്. റോഡിൻ്റെ അതായാലും മറ്റുള്ള എന്ത് കാര്യത്തിലായാലും കടന്നപ്പള്ളിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. UDF കോർപ്പറേഷൻ്റെ ഒരു സഹായം ഇവിടെ കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവരുണ്ടാക്കുന്ന പിന്നെ നമ്മൾ കൗൺസിലർ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയും. പക്ഷെ അവർ എന്തെങ്കിലും കൊടുക്കണ്ടേ, പൈസ കൊടുക്കണ്ടേ? 1000 റുപ്യ മറ്റേ UDFൻ്റെ കൗൺസിലർ കൊടുക്കുമ്പോൾ ഇവർക്ക് 1 റുപ്യ കൊടുക്കുക. പിന്നെ എങ്ങനെ ഇവിടെ പണി നടക്കും? വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പം കൗൺസിലറെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രവർത്തനമാണ് ഇനിയിപ്പോൾ അടുത്ത ആൾക്ക് വോട്ടായി മാറേണ്ടത്? ആത്മവിശ്വാസത്തിൽ തന്നെയാണോ? ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ജലദോഷം പിടിച്ചുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ എന്തായാലും ഇത്രയും വർഷക്കാലം നമ്മുടെ LDF തന്നെയാണ് ഈ കടലായി ഡിവിഷൻ മത്സരിച്ച് വിജയിച്ച് വന്നിട്ടുള്ളത്. അത് വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ആ ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ കടലായി ഡിവിഷനോട് കാണിച്ച അവഗണന കാരണം പ്രത്യേകിച്ചും നമ്മുടെ ഭരണസമിതി അംഗങ്ങൾ നമ്മുടെ ഈ കടലായിയോട് എന്താ പറയണ്ടേ അത്രത്തോളം അവഗണനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഈ റോഡ് 13ഓളം ബസ്സുകൾ പോകുന്ന ഈ റോഡിനോട് പോലും ഏറ്റവും വലിയൊരു അവഗണനയാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLA ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർക്ക് സാറിൻ്റെ കനിവുകൊണ്ട് നമുക്കിതിന് ഫണ്ട് പാസ്സാക്കുകയും പ്രവൃത്തി ഇപ്പം ഈ ആഴ്ച അതായത് മറ്റന്നാൾ തുടങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളിയാഴ്ച അതിൻ്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റും പൂർത്തിയായി. ആ വർക്കിപ്പം നമ്മുടെ ഇലക്ഷന് മുമ്പേ തന്നെ പണി പൂർത്തിയാക്കി നമുക്കത് നാട്ടുകാർക്ക് സമർപ്പിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. കോർപ്പറേഷൻ്റെ ഫണ്ട് എന്ന് പറയാൻ വേണ്ടി ഈ 5 വർഷക്കാലവും നമ്മളോട് വളരെ തുച്ഛമായ ഫണ്ടാണ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ഫണ്ടുകൾ അതായത് 25 ലക്ഷം 23 ലക്ഷം അങ്ങനെയാണ്. അതിലായി നമുക്ക് 2024-25 വർഷം നമ്മുടെ ഈ ഡിവിഷനിൽ ഒരു പ്രവൃത്തി പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഫണ്ട് പാസ്സാക്കി തന്നിട്ട് നമ്മുടെ ഓവർസിയർമാരുടെ സ്ഥലം മാറ്റം കാരണവും കോർപ്പറേഷൻ്റെ അനാസ്ഥ കാരണവും നമ്മുടെ ഡിവിഷനിൽ ഒരു വർക്കും കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ഈ വർഷം സ്പിൽ ഓവറായ ആ വർക്കുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അത് പൂർത്തീകരിക്കുന്നതോടുകൂടെ തന്നെ നമ്മുടെ ഈ ഡിവിഷനിലുള്ള ജനങ്ങളുടെയൊക്കെ വിശ്വാസം നമ്മൾ തന്നെ വരണമെന്നാണ് ജനങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് എന്തായാലും ആ ആഗ്രഹം സാഫല്യമാകുമെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം തന്നെയാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഇനിയും അത് ആവർത്തിക്കട്ടെ എന്ന് മാത്രം വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ കോർപ്പറേഷനിൽ ഒരു LDF ഭരണസമിതി കൂടി വരണം, കൂടി തന്നെ വരണം. നമ്മുടെ ഡിവിഷനുകളോടൊക്കെ കാണിക്കുന്ന അവഗണന അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാരോട് മുഴുവനും നമ്മുടെ കോർപ്പറേഷൻ്റെ ഭരണസമിതി അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്. അത് നമുക്ക് യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ LDF നേതൃത്വത്തിൽ തന്നെ ഭരണം തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെന്തായാലും ഈ 5 വർഷത്തെ കാലത്തെ കോർപ്പറേഷൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ ഉള്ള ഒരു തിരിച്ചടിയായി ഈ തവണ നമ്മുടെ കോർപ്പറേഷൻ LDF ഭരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. നമുക്കെല്ലാവരും ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ആദി കടലായിയുടെ വോട്ടെണ്ണൽ അത് വളരെ നിർണായകമായിരിക്കും, വളരെ ത്രില്ലിംഗ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയാണ് സ്ഥാനാർത്ഥി MK ഷാജി ഉൾപ്പെടെയുള്ളവർ. അവരെ മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ, അനിത ഉൾപ്പെടെയുള്ളവർ അനുഗമിക്കുന്നുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിജയം ഇത്തവണയും ഈ ആദി കടലായി ഡിവിഷനിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും LDF പ്രകടിപ്പിക്കുന്നില്ല. സ്ഥാനാർത്ഥിയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. UDFിലെ പ്രശ്നങ്ങൾ അതായത് ഈ സീറ്റ് മുസ്ലിം ലീഗിന് നൽകണം എന്നുള്ളൊരു ആവശ്യം ഇവിടുത്തെ പ്രാദേശിക ലീഗ് നേതൃത്വം എടുത്തിരുന്നു. പക്ഷേ അതിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ റിജിൽ മാക്കുറ്റിയെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഈ ആദി കടലായി ഡിവിഷനിൽ നടക്കുകയാണ്. വാശിയേറിയ ഒരു പോരാട്ടത്തിന് വേദിയാവുകയാണ് ആദി കടലായി. ആദി കടലായിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.